അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഭൂമി അതുണ്ടായത് ഒരു ശക്തിയിലൂടെയാണ് എന്ന് വിശ്വസിക്കുന്നു. ആ ശക്തി ദൈവമാണ് എന്നും വിശ്വസിക്കുന്നു. എന്നാൽ ദീനില്ലാത്ത, മതമില്ലാത്ത, നാസ്തികരായ, എത്തിസ്റ്റ് ചിന്താഗതിക്കാരായ ആളുകളുടെ ജീവിതത്തിന് മുന്നിൽ ഈ വിശ്വാസത്തിന് യാതൊരു മൂല്യവും അവർ നിശ്ചയിക്കുന്നില്ല. കാരണം ഏതൊരു മതമായാലും ആ മതത്തിന് ആ മതത്തിൻ്റേതായ ഒരു ധാർമ്മിക അടിസ്ഥാനമുണ്ട്. എന്നാൽ ഈ മതമില്ലാത്ത, നാസ്തികരായ, എത്തിസ്റ്റ് ചിന്താഗതിക്കാരായ ആളുകളുടെ ജീവിതത്തിന് മുന്നിൽ അവർക്ക് നന്മയും തിന്മയും വേർതിരിച്ച് മനസ്സിലാക്കുവാനുള്ള ഒരു അളവുകോല് അവർക്കില്ല. എന്നാൽ അവർ പിൻപറ്റുന്നത് ഡാർവിൻ മെക്കാനിസത്തെയാണ്. ഈ ഡാർവിൻ മെക്കാനിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സയൻറ്റിസ്റ്റുകളുടെ എസ്റ്റിമേറ്റ് പ്രകാരം ഈ ഭൂമി ലോകത്ത് 8.7 മില്യൺ സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഉണ്ട്. അതിൽ തന്നെ 6.5 മില്യൺ ഓൺ ലാൻഡ് ആൻഡ് 2.2 മില്യൺ ഇൻ ഓഷ്യൻ. അപ്പോൾ ഇവിടെ താമസിക്കുന്ന മുഴുവൻ മൃഗങ്ങളും മുഴുവൻ ജീവികളും അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് കുടിക്കുകയും രസിക്കുകയും കഴിക്കുകയും രമിക്കുകയും എല്ലാം ചെയ്യുന്നു. ഇതിലുള്ള ഒരു ജീവി മാത്രമാണ് മനുഷ്യൻ എന്ന് പറയുന്നു. എന്നാൽ മനുഷ്യൻ്റെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ പ്രകാരം, അതായത് ഹോമോസാപ്പിയൻസ് അഥവാ വൈസ് ഹ്യൂമൻ ഓർ ക്ലെവർ ഹ്യൂമൻ എന്നാണ്, ബുദ്ധിയുള്ള ജീവി. കാട്ടിൽ താമസിക്കുന്ന ഒരു ജീവിക്കും കോടതിയോ പോലീസ് സ്റ്റേഷനോ അങ്ങനെയുള്ള യാതൊരു ധാർമ്മിക അടിസ്ഥാനവും അവർക്കില്ല. കാരണം അവർ ചിന്തിക്കുന്നില്ല, അവർ ചിന്തിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്നുമില്ല. എന്നാൽ ബുദ്ധിയുള്ള മനുഷ്യൻ്റെ മതം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവൻ്റെ ധാർമ്മിക മൂല്യം മുഴുവനും ഇല്ലാണ്ടാകും. ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഈ ജനങ്ങളോട്, ഈ ഭൂമി ലോകത്തുള്ള മുഴുവൻ ആൾക്കാരോടും നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക, നിങ്ങൾ ജീവിച്ചു കൊള്ളുക എന്ന് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നിങ്ങൾ ജീവിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമി ലോകത്തുള്ള മുഴുവൻ സസ്യജലാചരങ്ങളും ജീവജാലങ്ങളും 6ാമതൊരു മിനിറ്റ് ഇവിടെ ഉണ്ടാവുകയില്ല. കാരണം 500 ഭൂമികളെ നശിപ്പിക്കുവാൻ പ്രഹരശേഷിയുള്ള മാരകമായ ആയുധത്തിൻ്റെ സ്വിച്ചിന് കീഴിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ഈ സ്വാതന്ത്ര്യം മൃഗങ്ങൾക്ക് നൽകിയാൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മനുഷ്യന് ഈ ഭൗതിക കാര്യങ്ങളിൽ ശരിയും തെറ്റും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ളതുപോലെ തന്നെ അവന് മറ്റുള്ള കാര്യങ്ങളിൽ നന്മയും തിന്മയും വേർതിരിച്ച് മനസ്സിലാക്കുവാനുള്ള ചിന്താശേഷി, ബുദ്ധി, വിവേകം എല്ലാം ദൈവം കൊടുത്തിട്ടുണ്ട്. അതാണ് സൂറത്തുൽ ബലദിൻ്റെ 10ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഹദൈനാഹുൻ നജ്ദൈൻ. നാം അവർക്ക് 2 മാർഗവും കാണിച്ചു കൊടുത്തു, നന്മയുടെ മാർഗവും തിന്മയുടെ മാർഗവും. അതവർക്ക് ചിന്തയിലൂടെ, ബുദ്ധിയിലൂടെ, അവർക്ക് വിവേകത്തിലൂടെ നന്മയുടെ വഴി തിരഞ്ഞെടുക്കണമെങ്കിൽ അങ്ങനെയും തിരഞ്ഞെടുക്കാം, തിന്മയുടെ വഴി തിരഞ്ഞെടുക്കണമെങ്കിൽ അങ്ങനെയും തിരഞ്ഞെടുക്കാം. ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്.